ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഞാൻ മേഘ. അപ്പോൾ നമ്മുടെ CSEB എക്സാമിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 2024 ഡിസംബർ 31 വന്ന സഹകരണ ചട്ടം ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ പരീക്ഷകളിൽ അടിമുടി മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. അതെ, കുറെ കാലമായിട്ട് കുട്ടികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുമല്ലോ, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരവും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നമ്മളുടെ പരീക്ഷ ഇതുവരെ 160 ചോദ്യങ്ങളിലായിരുന്നു നടന്നിട്ടായിരുന്നത്. അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. യെസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്, 160 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ്, അതിന്ന് 60 ചോദ്യങ്ങൾ കുറഞ്ഞു. 100 ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ മിസ്സേ? 1 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങളാണ് നമുക്ക് ഇനി മുതൽ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. പിന്നെ നമ്മുടെ സാധാരണ പോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തുടരുക തന്നെ ചെയ്യും. അതെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. കാരണം ഒരുപാട് കുട്ടികൾ നമ്മളോട് ഇപ്പോഴും അവരുടെ സംശയം പങ്കുവെക്കുന്നുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവോ എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ എന്തായാലും ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുകയില്ല. 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും. 100 ചോദ്യങ്ങൾ. എത്ര മാർക്ക് വീതമായിരിക്കും അപ്പൊ ഉണ്ടാവുക? 1 മാർക്ക് തന്നെ അല്ലേ ചോദ്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ വലിയ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർവ്യൂ, അതായത് പരീക്ഷയില് സംഘങ്ങളിലൊക്കെ ലിസ്റ്റിൽ കയറിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടേണ്ട അടുത്ത പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്നുള്ളത്. അത് 15 മാർക്കായിരുന്നു ഇന്റർവ്യൂവിന്റെ മാക്സിമം മാർക്ക്. അത് ഇനി മുതൽ 20 മാർക്കാണ്. അതെ, 20 മാർക്ക്. അതിലും സ്വന്തം ജില്ലയിലാണെങ്കിൽ ഇപ്പൊ വെയിറ്റേജ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ മിനിമം മാർക്ക് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും 3 മാർക്ക് മിനിമം മാർക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനി മുതൽ 4 മാർക്കായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ് അല്ലെ, ഒരു ആശ്വാസമാണ്. 3 അല്ല 4 മാർക്ക് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇന്റർവ്യൂ അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇനി എങ്ങനെയാണ് സിലബസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ സിലബസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുള്ളൂ. പക്ഷെ നമുക്കറിയാം 160 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ചുരുങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, ചില വിഷയങ്ങളിൽ ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറയാൻ സാധ്യത ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് 100 മാർക്കിന്റെ പരീക്ഷയാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ക്രമീകരണത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം. കാരണം ഈ 100 ചോദ്യങ്ങൾ ഏറ്റവും നല്ല ചോദ്യങ്ങളായിരിക്കും. മറ്റേത് 160 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയുള്ള പരീക്ഷകൾ ഏറ്റവും നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ CC ഉണ്ട്. നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ മാറുന്ന സിലബസിനും അതുപോലെ തന്നെ മാറുന്ന പരീക്ഷാ പരിഷ്കരണത്തിനും അനുസരിച്ചിട്ടാണ് നമ്മുടെ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തവണത്തെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നമുക്ക് CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക് യു.